മമ്മൂട്ടിയുമല്ല ഒരു മനുഷ്യനില്ല. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം ഈ വേഷങ്ങൾ ആരാണ്? ആരെ തിമിർക്കാൻ? അമേസിംഗ്, അൺബിലീവബിൾ, അൺഅക്സെപ്റ്റബിൾ. പടം വേറെ ലെവലാണ്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ടാസ്കുകളാണ്. എന്നാലും അവസാനം പടം വേറെ ലെവലാണ്. അടി ഇടി എല്ലാം ഉണ്ട് പടത്തിൽ. 50 വർഷമായി മലയാള സിനിമയിലെ പല ഗെയിമുകളും കളിക്കുകയാണ് മമ്മൂക്ക. ഇതൊരു ഗെയിം തന്നെ. ചുമ്മാ ഒരു കഥ പറയാൻ വന്ന ടിനു ജെന്നീസിനെ കൊണ്ട് തിരക്കഥയും സംവിധാനവും ചെയ്യിക്കണമെന്ന് പറഞ്ഞതിന് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓരോ എൻട്രിയും രോമാഞ്ചം, ഒന്നും പറയാനില്ല. എന്നൊക്കെ മലയാള സിനിമയിലെ ഒരു പൊട്ടൻ വിസ്മയം. അപ്പൊ കഴിഞ്ഞാട്ടം ഭയങ്കര പെർഫോമൻസ്. മമ്മൂട്ടിയെ പടം. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ ഈ ബസൂക്ക മെഗാ ഹിറ്റിലേക്ക് പോണ പടം. പ്രചരണം വേണ്ട, ഒന്നും വേണ്ട. പണി നല്ല പണിയെടുത്തിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ. അയ്യോ അസാധ്യ സാധനം, ഹെവി സാധനം. പ്രസ് മീറ്റ് വേണ്ട, പ്രചരണം വേണ്ട, ഹൈപ്പ് വേണ്ട, ട്രെയിലറും ടീസറും വേണ്ടായിരുന്നു. കണ്ടു ഞെട്ടിക്കോ. ഇനിയും ഒരു 10 വർഷം നമ്മളെ സന്തോഷിപ്പിക്കാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയാതെ പറയുകയാണ്. പുള്ളി അങ്ങ് ആറാടുകയാണ്. ലാസ്റ്റ് മൂപ്പറങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് ആറാടുകയാണ്. കാണണം. പറയാൻ വാക്കുകളില്ല. 74 വയസ്സിന്റെ അഴിഞ്ഞാട്ടം എന്ന് വെച്ചാൽ ഇതാണ് അഴിഞ്ഞാട്ടം. മൂപ്പറഞ്ഞില്ല ലാസ്റ്റ്. അത് പറയത്തൊന്നുമില്ല നല്ല ഇപ്രാവശ്യം. പക്ഷെ ബിഗ് ബി ഒന്നും പോലെ ഒന്നുമില്ല കേട്ടോ. അത് കട്ടുമേറെ വേറെ ലെവൽ. അടിപൊളി. നമുക്ക് വേറെ ലെവല. ഒരു വെറൈറ്റി ആണ് പറഞ്ഞത്. സെയിം സംഭവം. മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. എന്താ പറയാ, ആക്ഷൻ, മമ്മൂട്ടി, ക്ലാസ്, മാസ്, സ്വാഗ് എല്ലാം ഉണ്ട്. പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗെയിമിംഗ് മോഡല് എടുത്തതാണ്. കാരണം കൂടുതൽ ആനിമേഷൻസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, എന്നാൽ അതൊരു ഗെയിമിംഗ് മോഡിലൂടെ കാണുന്ന രീതി എടുത്ത് വെച്ചേക്കണേ. അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി എന്തുകൊണ്ട് മൂവി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഔട്ട് ആൻഡ് ഔട്ട് ഗ്ലാമർ ആൻഡ് സ്റ്റൈൽ സ്വാഗ്. അവതാരത്തെ ഒരു അഴിഞ്ഞാട്ടം, അവതാരത്തെ ഒരു ഇളവിട്ടുണ്ട്. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടാണ് വേറെ ലെവൽ. കിട്ടില്ല പറ്റും, ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ മാസ്.